ദുർഗാദേവ്യൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. സപ്തമാതൃക്കൾ, 7 അമ്മമാർ. ഈ അമ്മമാർ ഓരോ ദേവന്മാരുടെ ഊർജങ്ങളാണ്. ആ ദേവന്മാരെ തന്നെ വണങ്ങിയ ഫലമാണ് സപ്തമാതൃക്കളെ വണങ്ങിയാൽ. ബ്രഹ്മാവിൽ നിന്ന് ബ്രഹ്മാണിയും, വിഷ്ണുവിൽ നിന്ന് വൈഷ്ണവിയും, ശിവനിൽ നിന്ന് മഹേശ്വരിയും, ഇന്ദ്രനിൽ നിന്ന് ഇന്ദ്രാണിയും, കാർത്തികേയനിൽ നിന്ന് കൗമാരിയും, വരാഹത്തിൽ നിന്ന് വാരാഹിയും, ചണ്ഡികയിൽ നിന്ന് ചാമുണ്ടയും. നമുക്ക് ദേവന്മാരുടെ അനുഗ്രഹം എളുപ്പത്തിൽ ലഭിക്കാൻ എത്തിച്ചേരാവുന്ന എളുപ്പമാർഗമാണ് സപ്തമാതൃക്കൾ. ദുഷ്ടശക്തികളെയും നെഗറ്റീവ് എനർജിയെയും എല്ലാ രോഗദുരിതങ്ങളെയും, അതായത് എല്ലാ തരത്തിലുള്ള നെഗറ്റീവ്സിനെയും ഇല്ലാതാക്കി സൗഖ്യം പകരുക, അതാണ് സപ്തമാതൃക്കളെ പൂജിച്ചാലുള്ള ഗുണം. സപ്തമാതൃക്കളിൽ വാരാഹി ദേവിയെ സകലമാന ദാരിദ്ര്യ ദുഃഖങ്ങളിൽ നിന്നും കരകയറാനായി എല്ലാ ഭക്തജനങ്ങളും പ്രാർത്ഥിക്കുന്നു. കരുണാമയിയായ വാരാഹി ദേവിയെ മന്ത്രോച്ചാരണങ്ങളാലും വഴിപാടുകളാലും പ്രീതിപ്പെടുത്തിയാൽ സകലവിധ ശത്രുദോഷങ്ങളും നീങ്ങി ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും ആന്തരിക ദോഷങ്ങൾ നീക്കി അസുഖങ്ങൾ മാറാനും സ്വയം ശുദ്ധീകരിക്കാനും സഹായിക്കും. സാധാരണ വാരാഹി ദേവിയെ ഭജിക്കാൻ ഏറ്റവും പ്രാധാന്യമേറിയ ദിവസം പഞ്ചമിയാണ്. ഈ വർഷത്തെ മേടമാസം, അതായത് 2026 മെയ് 6 ബുധനാഴ്ച വൈശാഖ മാസത്തിൽ വരുന്ന പഞ്ചമിയാണ്. വാരാഹി ദേവിയെ പൂജിച്ച് തൃപ്തിപ്പെടുത്താൻ ഏറ്റവും ഉത്തമമായ ദിവസം മേടമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമി. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അഹങ്കാരം, അജ്ഞാനം, ഈ 8 വിപരീത ഊർജങ്ങളെയും ഇല്ലാതാക്കിയാൽ അഥവാ ജയിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് ജീവിതം സന്തോഷവും ഐശ്വര്യവും ആനന്ദപ്രദവുമായിരിക്കും. കാമം എന്നത് ആഗ്രഹം, ക്രോധം എന്നത് കോപം അഥവാ ദേഷ്യം, ലോഭമെന്നാൽ അത്യാഗ്രഹം, മോഹമെന്നാൽ മമത അഥവാ ഇഷ്ടം, മതം എന്നാൽ ലഹരി, മാത്സര്യം എന്നാൽ അസൂയ, അഹങ്കാരമെന്നാൽ അഹന്ത അഥവാ ഞാനെന്ന ഭാവം, കൂടാതെ അജ്ഞാനം അറിവില്ലായ്മ. ഇത് സകല മനുഷ്യരെയും പിടികൂടുന്ന നെഗറ്റീവ് ഊർജങ്ങളാണ്. ആന്തരികമായി പ്രവർത്തിച്ച് ഒരു വ്യക്തിയെ നശിപ്പിക്കുന്ന നെഗറ്റീവ്സ്. ഈ ആന്തരിക നെഗറ്റീവ് ശക്തികളെ നേരിട്ട് അതിൽ ജയിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ബാഹ്യലോകത്തുള്ള ശത്രുക്കളെ നേരിടേണ്ട ആവശ്യമുണ്ടാവില്ല. ജീവിതം എല്ലാ രീതിയിലും സന്തോഷപ്രദവും വിജയകരവും ആയിത്തീരും. ഇങ്ങനെയുള്ള നെഗറ്റീവ്സിൽ നിന്ന് വളരെ വേഗം രക്ഷ നേടാനും അവ നമ്മളെ ബാധിക്കാതെ തടയാനും സാധിച്ചാൽ ആ വ്യക്തി ഒരിക്കലും ഒരിടത്തും തോൽക്കില്ല. അങ്ങനെ ഒരു ശക്തി നേടി വിജയത്തിലെത്താൻ വാരാഹി ദേവിയുടെ 12 ദിവ്യനാമങ്ങൾ സഹായിക്കും. ശ്രീ ലളിതോപാഖ്യാനത്തിൽ 11-ാം അധ്യായത്തിലുണ്ട് ശ്രീ വാരാഹി ദ്വാദശി നാമവും സ്തോത്രവും. ദ്വാദശി നാമത്തിലെ ഓരോ നാമം കൊണ്ടും ആരംഭിക്കുന്ന 12 ശ്ലോകങ്ങളാണ് ശ്രീ വാരാഹി ദ്വാദശി നാമ സ്തോത്രം. ഇത് പതിവായി ജപിക്കുന്ന ഭക്തന് ചുറ്റും വജ്രശക്തിയോടെ വലയം ചെയ്യുന്ന ഒരു രക്ഷാകവചം വാരാഹി ദേവി സൃഷ്ടിക്കും. അതിനാൽ ഈ ദിവ്യസ്തോത്രം പതിവായി ജപിക്കുന്നവരെ ഒരു ആപത്തോ ദുഃഖമോ ഒന്നും ബാധിക്കില്ല. ഒരു ശക്തിക്കും തോൽപ്പിക്കാനും സാധിക്കില്ല. അതിനാൽ ഈ ദ്വാദശനാമ സ്തോത്രം നിത്യേന ജപിക്കുക. ചൊവ്വ, വെള്ളി, പഞ്ചമി ദിവസങ്ങളിൽ ജപിച്ചാൽ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുമെന്ന് പുരാണങ്ങളിൽ പറയുന്നു. നമുക്ക് വാരാഹി ദ്വാദശനാമ സ്തോത്രം ശ്രവിക്കാം. ഹയഗ്രീവ ഉവാച ശൃണു ദ്വാദശനാമാനി തസ്യ ദേവ്യാ ഘടോദ്ഭവ യദാ കർണമാത്രേണ പ്രസന്നാ സാ ഭവിഷ്യതി പഞ്ചമീ ദണ്ഡനാദാ ച സംഗേത സമയേശ്വരി തഥാ സമയ സംഗേത വാരാഹി പോത്രിണീ ശിവ വാർത്താളി ച മഹാസേന ആജ്ഞാചക്രേശ്വരി തഥാ അരിഘ്നി ചേതി സംപ്രോക്തം നാമദ്വാദശകം മുനേ നാമദ്വാദശകാഭിഘ്യ
വജ്രപഞ്ചരമധ്യക സങ്കടേ ദുഃഖമാപ്നോതി ന കഥാചന മാനവ. ഇതി ശ്രീബ്രഹ്മാണ്ഡപുരാണേ ലളിതോപാഖ്യാനേ സപ്തദശോധ്യായേ ശ്രീവാരാഹി ദ്വാദശനാമസ്തോത്രം സമ്പൂർണം. എല്ലാവർക്കും വാരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ സകലവിധ ഐശ്വര്യങ്ങളും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.